വെൽക്കം ബാക്ക് ടു ഐഷസ് അക്കാഡമി. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ജേർണലൈസിംഗ് ആണ് നോക്കുന്നത്. അറിയാലോ, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ ജേർണലൈസ് ചെയ്യാൻ ഷുവറായിട്ട് നിങ്ങളുടെ അടുത്ത് ചോദിക്കും. എത്ര മാർക്കിനാണെന്നുള്ളത് നമുക്ക് അറിയാതെ ഉള്ളൂ, ഉറപ്പായിട്ടും ചോദിക്കും എന്നുള്ളതുണ്ട്. അപ്പോൾ ജേർണലൈസ് ചെയ്യാനും കുറച്ച് ട്രാൻസാക്ഷൻ തമ്മിൽ ജേർണലൈസ് ചെയ്യാനും കോമ്പൗണ്ട് ജേർണൽ എൻട്രി സാധാരണ 2 മാർക്സിനൊക്കെ ചോദിക്കുന്നതാണ്. അപ്പോൾ അത് രണ്ടുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ട്രാൻസാക്ഷനിലോട്ട് പോവാം. മിസ്റ്റർ സുനിൽ സ്റ്റാർട്ടഡ് എ ബിസിനസ് ഓൺ 1st January 2021 by introducing റുപ്പീസ് 50,000 ആസ് ഇസ് ക്യാപിറ്റൽ. അപ്പോൾ സുനിൽ 50,000 രൂപ കൊണ്ടുവന്ന് എന്ത് ചെയ്തെന്നാണ് പറയുന്നത്? ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ഈ 50,000 അദ്ദേഹത്തിന്റെ ക്യാപിറ്റൽ ആണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. നമ്മൾ ട്രാൻസാക്ഷൻ പറയുന്നു. ജാനുവരി 1 പർച്ചേസ്ഡ് ഗുഡ്സ്. അപ്പോൾ ജേണൽ വരച്ചു. ഓക്കെ, നമ്മൾ ജേണൽ വരച്ചു. ജേണലിന്റെ ഫോർമാറ്റ് എങ്ങനെയാണ് നമുക്കറിയാം. ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, എമൗണ്ട് നമ്മൾ ഫോർമാറ്റ് വരച്ചു. ആദ്യം നമ്മൾ എന്ത് എഴുതി? ഡേറ്റ്, 1 ഡേറ്റ്. അപ്പോൾ നിങ്ങൾ എഴുതുമ്പോഴത്തേക്കും കറക്റ്റ് 2021 ജാനുവരി 1 അങ്ങനെയൊക്കെ കറക്റ്റ് എഴുതണം കേട്ടോ. അപ്പോൾ ഓരോ ജേണൽ എൻട്രീസിനും നമ്മൾ നറേഷനും കൂടെ എഴുതി തന്നെ പോകണം. നറേഷനും മാർക്ക് ഉണ്ട്. ഓക്കെ, നറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്പ്ലനേഷൻ. അത് നമുക്കറിയാം. ലാസ്റ്റ് നമ്മൾ ബ്രാക്കറ്റിൽ എഴുതുന്ന സെന്റൻസ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇവിടെ ട്രാൻസാക്ഷനിൽ ആദ്യം തന്നിരിക്കുന്നത് പർച്ചേസിൻ്റെതാണെങ്കിലും ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് എന്താണ്? ക്യാപിറ്റൽ കൊണ്ടുപോകുന്നത്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് വേണം നമ്മൾ ജേണൽ എൻട്രി എഴുതി തുടങ്ങാൻ. അപ്പോൾ ജനുവരി 1 ആദ്യം നടന്നത് എന്താണ്? സുനിൽ എന്ത് കൊണ്ടുവന്നു? 50,000 രൂപ ക്യാപിറ്റൽ കൊണ്ടുവന്നു അല്ലേ? ക്യാഷ് ക്യാപിറ്റലായിട്ട് കൊണ്ടുവന്നു. അപ്പോൾ ജേണൽ എൻട്രി എങ്ങനെയാണ്? ആ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ അക്കൗണ്ട്. നമുക്ക് അതിനകത്ത് യാതൊരു സംശയമില്ല. നറേഷന് നമ്മൾ എഴുതി എന്താണ്? ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്. വേണമെങ്കിൽ കുറച്ചും കൂടെ മോഡിഫൈ ചെയ്ത് സുനിൽ ഇൻട്രൊഡ്യൂസ് ഹിസ് ക്യാപിറ്റൽ റുപ്പീസ് 50,000 അങ്ങനെയൊക്കെ എഴുതാം. ഓക്കെ, എന്നിട്ട് നമ്മൾ എമൗണ്ട് കോളത്തിൽ എത്രയെന്ന് കാണിച്ചു? സെയിം എമൗണ്ട് 50,000 കാണിച്ചു. ഓക്കെ, അടുത്ത സെക്കൻഡ് ട്രാൻസാക്ഷൻ പർച്ചേസ് ജനുവരി 1 തന്നെയാണ്. പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ റുപ്പീസ് 5,000. പർച്ചേസ് ചെയ്യുമ്പോൾ ജേണൽ എൻട്രി എങ്ങനെയാണ്? നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ? പർച്ചേസസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. അപ്പോൾ ജനുവരി 1 എന്ന് നമ്മൾ കൊടുത്തു. ആ പർച്ചേസ് ചെയ്യുന്നതിന്റെ ജേണൽ എൻട്രി പർച്ചേസസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. നറേഷൻ നമ്മൾ എന്തെഴുതും? ആ പർച്ചേസ്ഡ് ഗുഡ്സ് എന്ന് എഴുതി, അല്ലെങ്കിൽ പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ് എമൗണ്ടും ചേർത്ത് എഴുതാം. നറേഷൻ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ. ഈ ജേണൽ എൻട്രി എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു സെന്റൻസ് ആണ് എന്തെന്ന് പറയുന്നത്? ഇതിന്റെ നറേഷൻ എന്ന് പറയുന്നത്. എമൗണ്ട് എത്രയാണ്? 5,000 എഴുതി. ഓക്കെ, അടുത്ത് നോക്കുക. ജാനുവരി 2 എന്ത് സംഭവിച്ചു? പർച്ചേസ്ഡ് ഫർണിച്ചർ. പർച്ചേസ് ഗുഡ്സ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. പർച്ചേസ്ഡ് ഫർണിച്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ എന്ത് എഴുതിയിട്ടുണ്ട്? പർച്ചേസസിന്റെ സ്ഥലത്ത് നമ്മൾ എന്തെന്ന് എഴുതും? ഫർണിച്ചർ. കാര്യം എന്താണോ പർച്ചേസ് ചെയ്ത ഐറ്റം നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ നമ്മൾ പർച്ചേസസ് ഒന്ന് മാത്രം എഴുതി അക്കൗണ്ട് എഴുതേണ്ട കാര്യമില്ല. ഐറ്റം തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ പേര് തന്നെ എഴുതും. എന്തെന്ന് എഴുതും നമ്മൾ? ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. നറേഷൻ നമ്മൾ എന്തെന്ന് എഴുതും? ഫർണിച്ചർ പർച്ചേസ്ഡ്. ഓക്കെ, ഫർണിച്ചർ പർച്ചേസ്ഡ് ഫോർ ക്യാഷ്. എമൗണ്ട് എത്രയാണ്? 6,000. അപ്പോൾ അത് നമുക്കറിയാം. അടുത്ത 7 സോൾഡ് ഗുഡ്സ്. സാധനങ്ങൾ വിറ്റു. എന്താണത്? സെയിൽസ് ആണ്. സാധനങ്ങൾ വിറ്റെന്ന് പറയുമ്പോൾ എന്താണ്? സെയിൽസ് ആണ്. അപ്പോൾ സെയിൽസ് ആവുമ്പോൾ ക്യാഷ് വരും. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് എന്ന് എഴുതി. നറേഷൻ എന്താ എഴുതാം? ഗുഡ്സ് സോൾഡ് ഫോർ ക്യാഷ്. ഓക്കെ, എമൗണ്ട് എത്രയാണ്? 7,000 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് കോമൺ ആയിട്ട് അറിയാവുന്നതാണ്. ഇനി പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം മോഹൻ എന്നാണ് ട്രാൻസാക്ഷൻ തരുന്നതെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും? നോർമലി പർച്ചേസ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്ന് എഴുതി. ഇവിടെ പറഞ്ഞിരിക്കുന്ന പർച്ചേസ് ഗുഡ്സ് ഫ്രം മോഹൻ, അതായത് ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്നും വാങ്ങി എന്ന് പേരെടുത്ത് പറയുന്നത് ക്രെഡിറ്റ് പർച്ചേസ് നടത്തുമ്പോഴാണ്. ഇവിടെ ക്യാഷ് കൊടുത്തിട്ടില്ല, ഇനി കൊടുക്കത്തേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് നമുക്ക് എഴുതാൻ പറ്റൂല. ക്യാഷ് നമ്മൾ കൊടുത്തിട്ടില്ല. പകരം ടു ക്യാഷിന് പകരം നമ്മൾ എന്ത് എഴുതും? ടു മോഹൻ എന്ന് എഴുതും. അങ്ങനെ എഴുതാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ട്രാൻസാക്ഷൻ തരുന്നത്. ഓക്കെ, അപ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം മോഹൻ എന്ന് പറയുമ്പോൾ ആ പർച്ചേസസ് അക്കൗണ്ട് ഡെറ്റർ ടു മോഹൻ എമൗണ്ട് 3,000 നമ്മൾ അതുപോലെ എഴുതി. ആൻഡ് ദ ലാസ്റ്റ് വൺ റിട്ടേൺഡ് ഗുഡ്സ് ടു മോഹൻ. ഓക്കെ, ഇങ്ങനത്തെ ഒരു ട്രാൻസാക്ഷൻ ഒക്കെ ആയിരിക്കും കൂടുതൽ നിങ്ങളുടെ അടുത്ത് ചോദിക്കാൻ സാധ്യതയുള്ളത്. അടുത്ത് പറയുന്നത് നേരത്തെ ട്രാൻസാക്ഷന്റെ കണ്ടിന്യൂസ് പോലെയാണ്. റിട്ടേൺഡ് ഗുഡ്സ് ടു മോഹൻ. മോഹന്റെ കയ്യിൽ നിന്ന് എത്ര രൂപയുടെ? 3,000 രൂപയുടെ സാധനങ്ങൾ വാങ്ങിയെന്നല്ലേ നമ്മൾ മുകളിൽ പറഞ്ഞത്. അതിൽ 5,000 രൂപയുടെ സാധനങ്ങൾ മോഹന് നമ്മൾ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് തിരിച്ചു കൊടുത്തു. ദാറ്റ് മീൻസ് ഇപ്പൊ എന്തെങ്കിലും ഡിഫക്റ്റ് ഉള്ള ഗുഡ്സ് ആയിരുന്നു, അതിൽ 500 രൂപയുടെ സാധനങ്ങൾ ഡിഫക്റ്റ് ഉള്ളതാണ്, അത് തിരിച്ചു കൊടുക്കാം. ഇങ്ങനെ തിരിച്ചു കൊടുക്കുന്നതിന് നമ്മൾ എന്തെന്ന് പറയും?
പർച്ചേസ് റിട്ടേൺ എന്ന് പറയും. അപ്പൊ മോഹന്റെ കയ്യിൽ നിന്ന് നമ്മൾ 8-ാം തീയതി വാങ്ങിയ സാധനം 3000 റുപ്പീസ് കൊടുത്ത് വാങ്ങിച്ചതിൽ 500 റുപ്പീസിന്റെ സാധനം മോഹന് നമ്മൾ റിട്ടേൺ ചെയ്യാൻ പോവുകയാണ്. അതായത് 9-ാം തീയതി എന്ത് സംഭവിച്ചു? പർച്ചേസ് റിട്ടേൺ സംഭവിച്ചു. അപ്പൊ ജേണലിൽ 9-ാം തീയതി എഴുതി നമ്മൾ എന്തെന്ന് എഴുതും? മോഹൻ അക്കൗണ്ട് ഡെറ്റർ ടു പർച്ചേസ് റിട്ടേൺ അക്കൗണ്ട് എന്ന് പറഞ്ഞ് 500 രൂപ കാണിക്കും. ഓക്കെ, അപ്പോൾ പർച്ചേസ് റിട്ടേണും ഈ സെയിൽസ് റിട്ടേണും വരുന്ന ജേണൽ എൻട്രീസ് ചോദിക്കാൻ സാധ്യത വളരെയധികം ഉണ്ട്. അത് നന്നായിട്ട് നോക്കിയിട്ട് പോവാം. ഓക്കെ, അപ്പൊ ഇത്രയും മനസ്സിലായി എന്ന് വിചാരിക്കുന്നത് നോർമൽ ആയിട്ടുള്ള ജേണൽസ് ആണ് അല്ലെ. ഇതുപോലെ കോമ്പൗണ്ട് ജേണൽ എൻട്രി ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയാണ്. അത് ഒരു ട്രാൻസാക്ഷനിൽ ഡെബിറ്റിൽ പല അക്കൗണ്ട്, ഇവിടെ നോക്ക്, നമുക്കിപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ, ഡെബിറ്റിൽ ഒരു ഐറ്റവും ക്രെഡിറ്റിൽ ഒരു ഐറ്റവും അല്ലേ ഉള്ളൂ. ബട്ട് അങ്ങനെ അതിനേക്കാളും കൂടുതൽ ചിലപ്പോൾ ഡെബിറ്റിൽ കൂടുതൽ ഐറ്റംസും ക്രെഡിറ്റിൽ കൂടുതൽ ഐറ്റംസും വരുന്നതിനാണ് എന്തെന്ന് പറയുന്നത്? കോമ്പൗണ്ട് ജേണൽ എൻട്രി എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു ജേണൽ എൻട്രി ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് എങ്ങനെ ആൻസർ ചെയ്യാൻ നോക്കാം. Mr. James started a business with a cash of rupees 10,000, furniture rupees 5,000, and building of rupees 30,000. On 1st January 2021, a journal entry can be passed for this transaction. അപ്പോൾ അതായത് ജനുവരി 21, 2021 ഇദ്ദേഹം എന്ത് ചെയ്തെന്ന് അറിയാമോ? ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ക്യാഷ് ആയിട്ട് കൊണ്ടുവന്നത് 10,000 രൂപ, ഫർണിച്ചർ 5,000ന്റെ ഫർണിച്ചർ കൊണ്ടുവന്നിട്ടുണ്ട്, ബിൽഡിംഗ് 30,000ത്തിന്റെ ബിൽഡിംഗ് കൊണ്ടുവന്നു, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തെന്നാണ് ഇതിന്റെ മീനിങ്. ഇതിനെ ജേണലൈസ് ചെയ്യാനായിരിക്കും ചോദിക്കുന്നത്. അപ്പൊ നോർമലി നമ്മൾ ക്യാഷ് കൊണ്ടുവന്നു എന്ന് പറയുമ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ അങ്ങനെയല്ലേ എഴുതി വന്നിരുന്നത്, അങ്ങനെയാണ്. ഇനി ബിൽഡിംഗ് കൊണ്ടുവരുമ്പോൾ നമ്മൾ പ്രത്യേകം ബിൽഡിംഗ് ഒക്കെ ക്യാപിറ്റലിന് വേണ്ടിയിട്ട് ബിൽഡിംഗ് കൊണ്ടുവന്നു, ബിൽഡിംഗ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ. ഇനി വേറെ എന്ത് സംഭവം കൊണ്ടുവന്നു? ഫർണിച്ചർ കൊണ്ടുവന്ന് പറയുമ്പോൾ ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റർ ടു. അങ്ങനെ എഴുതുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക ഡെബിറ്റിൽ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു? ഡെബിറ്റിലാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം ക്യാപിറ്റലിന് വേണ്ടിയിട്ടല്ലേ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ ഒരുമിച്ച് എഴുതാം. 3 ജേണൽ എൻട്രി ആയി എഴുതുന്നതിന് പകരം ഒരുമിച്ച് നമ്മൾ ഇങ്ങനെയാണ് എഴുതുന്ന: ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ 10,000, ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റർ 5,000, ബിൽഡിംഗ് അക്കൗണ്ട് ഡെറ്റർ 30,000 ടു ഇതെല്ലാം കൂടെ എങ്ങോട്ട് പോകും? ക്യാപിറ്റൽ അക്കൗണ്ടിൽ. ടു ക്യാപിറ്റൽ അക്കൗണ്ട് ഇതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് എത്രയാണ്? 45,000 എന്ന് പറഞ്ഞത്. അപ്പൊ ഇങ്ങനത്തെ ഒരു ജേണൽ എൻട്രി നമ്മൾ ജേണലൈസിങ്ങിന്റെ ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കുക. ഇത് നന്നായിട്ട് നോക്കിയിട്ട് തന്നെ പരീക്ഷയ്ക്ക് പോവുക. ഷുവർ ആയിട്ട് നിങ്ങൾക്ക് ഇതിന് ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ, താങ്ക് യു.